നമസ്കാരം. തമിഴ്നാട്ടിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ വമ്പൻ പ്രകടനം കാഴ്ചവെച്ച് ടി.വി.കെ. ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം എ.ഡി.എം.കെ 36 സീറ്റിലും ടി.വി.കെ 38 സീറ്റിലും ഡി.എം.കെ 19 സീറ്റിലുമാണ് മുന്നേറ്റമുണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 2.22 ലക്ഷം വോട്ടർമാരുള്ള പെരമ്പൂർ മണ്ഡലം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നും ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത പോരാട്ട വേദിയുമാണ്. അടുത്ത കാലത്തായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ മണ്ഡലം ഡി.എം.കെക്ക് അനുകൂലമായിട്ടാണ് നിലകൊണ്ടിട്ടുള്ളത്. 2021 ഡി.എം.കെയുടെ ആർ.ഡി. ശേഖർ 52.53% വോട്ടുകൾ നേടി അനായാസ വിജയം കരസ്ഥമാക്കിയിരുന്നു. ഏകദേശം 25.10% വോട്ടുകൾ നേടിയ പി.ടി.എം.കെയിലെ എൻ.ആർ. ധനപാലിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. എന്നാൽ നഗരത്തിലെ മാറുന്ന രാഷ്ട്രീയ ചലനങ്ങൾ പ്രതിഫലിപ്പിച്ചുകൊണ്ട് എ.ഡി.എം.കെ വിജയിച്ച ചരിത്രവും മുൻകാലങ്ങളിൽ ഇവിടെയുണ്ട്. തന്റെ കന്നി പോരാട്ടത്തിനായി വിജയ് ഈ മണ്ഡലം തെരഞ്ഞെടുത്തതിലൂടെ വടക്കൻ ചെന്നൈയിലെ ഡി.എം.കെയുടെ കോട്ടയിൽ നേരിട്ടുള്ള വെല്ലുവിളി ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടെലിവിഷൻ ചാനലുകൾ പെരമ്പൂരിനെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ ഒരു പ്രധാന യുദ്ധക്കളമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. വ്യവസായ മേഖലകളും താമസ സ്ഥലങ്ങളും തൊഴിലാളികളും ഇടത്തരക്കാരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലം എന്ന നിലയിൽ ജനങ്ങളുടെ പ്ലാറ്റ്ഫോം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പാർട്ടിക്ക് ഈ സീറ്റുകൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ടി.വി.കെ അധ്യക്ഷൻ എന്ന നിലയിൽ വിജയ് മത്സരിക്കുന്ന മറ്റൊരു മണ്ഡലം ഡി.എം.കെയുടെ പക്കലുള്ള തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് ആണ്. സുരക്ഷിതമല്ലാത്ത 2 മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം വിവിധ മേഖലകളിൽ ഭരണകക്ഷിക്കെതിരെ തന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗം കൂടിയാണ്. തമിഴ്നാട്ടിലെ ആകെ 234 സീറ്റുകളിലും ടി.വി.കെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ തമിഴ്നാട്ടിലെ പെരമ്പൂരിലെയും മധ്യ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലെയും പോരാട്ടങ്ങളെ പാർട്ടിയുടെ 2 പ്രധാനപ്പെട്ട മത്സരങ്ങളായിട്ടാണ് ടി.വി.കെ കാണുന്നത്. ഏപ്രിൽ 23 നടന്ന വോട്ടെടുപ്പിൽ തമിഴകം റെക്കോർഡ് പോളിംഗിനാണ് സാക്ഷ്യം വഹിച്ചത്. ഏകദേശം 84.73% പോളിംഗാണ് നടന്നത്. 234 മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഭരണ തുടർച്ച ലക്ഷ്യമിട്ടാണ് ഡി.എം.കെ ഇറങ്ങുന്നത്. എടപ്പാടി കെ. പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള എ.ഡി.എം.കെ സഖ്യം അധികാരം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇളയ ദളപതി വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹത്തിന്റെ പാർട്ടിയെ തമിഴക വെട്രിക്കഴകത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടവും ഇത്തവണത്തെ പ്രധാന ആകർഷണമാണ്. എക്സിറ്റ് പോളുകൾ വിജയുടെ പാർട്ടിക്ക് നിർണായക സ്വാധീനം പ്രവചിക്കുന്നുണ്ട്. നിലവിലെ ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ വിജയുടെ പാർട്ടി വലിയൊരു നിർണായക ശക്തിയായി തമിഴ്നാട്ടിൽ മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഡി.എം.കെയുടെയും എ.ഡി.എം.കെയുടെയും വോട്ട് വീതത്തിൽ വലിയ വിള്ളൽ വീഴ്ത്താൻ വിജയുടെ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ സൂചനകൾ പ്രകാരം വിജയ് നയിക്കുന്ന പാർട്ടി 31% വോട്ടുകൾ നേടിയിട്ടുണ്ട്. ഇത് ഡി.എം.കെക്കാൾ നേരിയ തോതിൽ മുന്നിലാണ്. എന്നാൽ എ.ഡി.എം.കെയുടെ വോട്ട് വീതത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. സൂചനകൾ ഇതേപടി തുടരുകയാണെങ്കിൽ ഒരു നിർണായക ശക്തി എന്നതിലുപരി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ടി.വി.കെ ഉയർന്നു വന്നേക്കാം. 234 സീറ്റുകളുള്ള തമിഴ്നാട് നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 117 സീറ്റുകളാണ് വേണ്ടത്.